ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല, സെക്കൻഡ് വീഡിയോ ആണ്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് എൻ്റെ ഡ്രൈവർ സീറ്റ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം. ചില ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇന്ന് നിങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. ഈ ഒരു ഹോട്ട് വീൽസിലെ ടെസ്ല റോഡ്സ്റ്റർ നിന്നൊരു ഫോർഡ് മസ്താങ് ഷെൽബി GT 500 റിവ്യൂ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ടെസ്ല റോഡ്സ്റ്റർ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഇതൊരു ഹോട്ട് വീൽസിലെ ടെസ്ല റോഡ്സ്റ്ററാണ്. നിങ്ങൾക്ക് കാണാം 2008 ലൈറ്റ് 2008 ടെസ്ല റോഡ്സ്റ്ററാണ് ഹോട്ട് വീൽസിൻ്റെ. ഇത് ലൈസൻസ്ഡ് ആണ്. കാണാൻ അതിൻ്റെ ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് എന്ന് വെച്ചാൽ ഇച്ചിരി ടിൻറ്റഡ് ബ്ലാക്ക് കളറാണ്, പക്ഷെ എന്നാലും ഉണ്ട്. പിന്നെ ഒരു വിൻഷീൽഡ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് റിയൽ വിൻഷീൽഡ് അല്ല. ഇതിൻ്റെ അകത്തും കൂടെ ലൈറ്റ് ഇങ്ങനെ പോവില്ല. ഇതല്ല, അവർ ജസ്റ്റ് ബ്ലാക്ക് എന്ന് അടിച്ചത്. ഇതൊരു വൈപ്പർ. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് ലോഗോ. ഇതാണ് ലോഗോ, അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ ബാക്കാണെങ്കിൽ ഇവിടെ ടെസ്ല എന്ന് എഴുതിയിട്ടുണ്ട്. ടെസ്ല റോഡ്സ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതാണ് ടെസ്ല. ഇവിടെ നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത്. ഇരുന്ന് സ്പോയിലറായിരിക്കും, പൊങ്ങൂല. റിയൽ കാറിൽ പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ വയ്ക്കാൻ പറ്റും. അത് ചെറിയ ഡീറ്റെയിൽഡാണ്. സീറ്റൊക്കെ വൈറ്റ് കളറാണ്. ഇവിടെ കുറച്ച് യെല്ലോ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽഡാണ്, ഒരിതൊന്നുമില്ല. അടിപൊളിയല്ലേ. ഇതിനിപ്പോൾ നിങ്ങൾ വില പറയുകയാണെങ്കിൽ ഇതിനൊരു ഒരു 300 സംതിങ് ഒക്കെ വരും. 325 ഒക്കെയാണ് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ടെസ്ലേൻ്റെ ഫസ്റ്റ് ഉണ്ട് 2008. നെക്സ്റ്റ് ഫോർഡ് മസ്താങ് ആണ്. അടിപൊളി കാറാണത്. ഇത് അതിനെക്കാട്ടും നല്ല വലുതാണ്. ഇത് മറ്റേ ജിൻലിഫാങ് എന്ന് പറഞ്ഞ ഏതോ ഒരു ചൈനീസ് കമ്പനിയാണ് ഉണ്ടാക്കിയത്. ജിൻലിഫാങ് എന്ന് പറഞ്ഞത്. ഇവിടെ മെയ്ഡിൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ മെയ്ഡിൻ എഴുതിയിട്ട് ഇവിടെ അവരിത് മാറ്റി വെച്ചിരിക്കുക. ഇവിടെ ആ ഒരു അടിപൊളി കോബ്രേൻ്റെ ലോഗോ ഉണ്ട്. അവിടെ GT 500 എന്നൊക്കെ എഴുതി. ടയറിലാണ് നല്ല ബ്രേക്ക് ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് കറക്കുമ്പോൾ ബ്രേക്ക് ഡിസ്കും കൂടെ കറങ്ങും. ഇവിടെ GT 500 എഴുതി. ഇവിടെ സ്നേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇങ്ങനെയാണ്, സൈഡ് പ്രൊഫൈൽ. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അടി ഇങ്ങനെ. ബാക്കാണെങ്കിൽ ഇങ്ങനെയാണ്. ഇതവർ ഫുൾ റെഡ് കൊടുത്തിരിക്കുക. ഫുള്ളായിട്ട് റെഡ്. ഇവിടെ ചെറിയൊരു കോബ്രേൻ്റെ ഇതുണ്ട്. ഞാൻ അത് വൈറ്റ് കളർ അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. ഞാൻ ഒരു ദിവസം അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ നല്ല എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് 1 പീസ് തന്നെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങനെ അവർ ഈസി ആയിട്ടൊന്ന് വെച്ചിരിക്കുക. നമുക്കിൻ്റെ എൻജിൻ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ എൻജിൻ. തുറക്കാനൊക്കെ പറ്റും. ലൈറ്റ് ഇട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. V8 എൻജിനാണ്. നമ്മൾ കോബ്രേൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. V8 ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഈ മൈസ്റ്റോ പോലത്തെയൊക്കെ മോഡലില്ലേ, അതിന് അത്രയും ഒരു ഇതില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. മെറ്റൽ കാറാണ്, പ്ലാസ്റ്റിക് ഒന്നുമില്ല. അതല്ല, വേറെ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഈ ബോഡിയിൽ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. ഫ്രണ്ടിൽ ഞാൻ റെഡ് ലൈറ്റ് ആക്കിയത് ഇതുവരെ.
ബാക്കിലും റെഡ് ലൈറ്റ് ഉണ്ട്. ഒരു ശബ്ദം കേൾക്കും. ഇച്ചിരി ബാറ്ററി തീർന്നിരിക്കുകയാണ് നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം. ഡോർ തുറക്കുമ്പോൾ വേറെ ശബ്ദമുണ്ട്. ഒരു ഹോൺ അടിച്ചിട്ട് ഒരു സൈറൻ കേൾക്കണം. ഇത് ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. നല്ല ഇൻറ്റീരിയറാണ്. എക്സ്ട്രീം ഡീറ്റെയിൽഡ് ആണ്. മറ്റേ റേസിംഗ് ഹാർനസ് സീറ്റ് ബെൽറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ഇതാണ്, ഇൻറ്റീരിയറാണ്. അത് കാണാൻ സ്പീഡോമീറ്ററിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ചില സ്വിച്ച് ഉണ്ട്. ഡോറിൻ്റെ ഇവിടെ അത്രയും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഇവിടെ അവർ മറ്റേ ആ ഒരു മിററില്ല, അവർ റിഫ്ലക്റ്റിംഗ് മിറർ കൊടുത്തിട്ടില്ല. പക്ഷെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഇതാണ് നല്ല ഇതാണ്. സീറ്റ് ബെൽറ്റൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് വീലും കൊള്ളാം. ഇത് രണ്ട് ഡോർ തുറക്കും. ഇത് വേറെ ഇതിൻ്റെ അകത്തൊരു GT എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. GT. പിന്നെ മറ്റേ സെൻ്റർ കോൺസോൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർ കൊള്ളാം, അടിപൊളി തന്നെ. അതേപോലെ ഇത് പുൾ ബാക്ക് കാറാണ്. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനെ പോകും. അയ്യോ, അവിടെ ഇത് നല്ല സ്പീഡായിരുന്നു. ഫ്രണ്ട് പൊട്ടാതിരിക്കാൻ ഞാൻ എപ്പോഴും നോക്കും. നല്ല കാറാണ്. അതിൻ്റെ ബാക്ക് ഡിക്കി തുറക്കും. അത്രയും ഇങ്ങോട്ട് തുറക്കൂല, പക്ഷെ എന്നാലും തുറക്കും. ഒരു സ്പോയിലർ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡിക്കി അത്രയും സ്പേസൊന്നും എൻ്റെ അകത്തില്ല. അതുകൊണ്ട് കയ്യൊന്നും കയറണമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ റിയൽ മസ്താങ്ങിലാണെങ്കിൽ ഡിക്കി തുറക്കുമ്പോൾ ഇത്രയും പാർട്ട്, ലൈറ്റ് അല്ലാത്ത ഇത്രയും പാർട്ടിലാണ് അതും കൂടെ തുറന്നു വരും. പക്ഷെ ഇതിൽ അവരങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ മൈസ്റ്റോ എന്ന് പറഞ്ഞ മോഡലുണ്ടല്ലോ ഡൈകാസ്റ്റ് കാർസ്, അതിൻ്റെ എനിക്കൊരു ലംബോർഗിനി ചെന്റിനാരി ഉണ്ട്. ഞാൻ നെക്സ്റ്റ് വേറെ ദിവസമായിരിക്കും ഞാൻ എടുക്കുന്നത്. അതിന് നല്ല ഡീറ്റെയിൽഡ്, അതൊക്കെ നല്ല ഇതിനെക്കാട്ടും ഡീറ്റെയിൽഡാണ്. പക്ഷെ എന്നാലും ഇത് ഓപ്പൺ ചെയ്യും. എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെടാത്തതാണ് ഈ മറ്റേ സ്പോയിലർ വയ്ക്കാൻ അവരൊരു സ്ക്രൂ വച്ചിരിക്കുന്നില്ലേ, അതെനിക്ക് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അത് ഒരു ഇത് കൊടുക്കുന്നില്ല. അല്ല, ഇവിടെ ഡീസൽ ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഇല്ല. ചില ഈ ചീപ്പ് പ്ലാസ്റ്റിക് കാർസിനൊക്കെ ഇവിടെ രണ്ട് സ്ഥലത്ത് വരെ വയ്ക്കും. അത് മറ്റേ ചീപ്പ് സാധനമല്ലേ. ഇത് ചീപ്പല്ല, ഇതിനൊരു 2000 വില വരും. 2250 ആണ് ഇതിൻ്റെ വില. അതിന് ഞാൻ പറഞ്ഞില്ല 325 എത്രയൊക്കെ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കാർ ജസ്റ്റ് അടിപൊളി ഒരു സ്മോൾ കാർ. കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ഈ രണ്ട് കാറിൻ്റെയും ടെസ്ല റോഡ്സ്റ്ററിൻ്റെയും ഫോർഡ് മസ്താങ് ഷെൽബി GT 500ൻ്റെയും ഒരു റിവ്യൂയിങ് വീഡിയോ. Thank you guys. See you soon.